പി.ഡി. സവർക്കർ ചോദ്യപേപ്പർ വിവാദത്തിൽ മുസ്ലിം ലീഗിനെതിരെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. എന്റെ പൊന്നു ദൈവമേ, നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജി വീണ്ടും എത്തിയിട്ടുണ്ട്. ഈ രാജ്യത്തിന്റെ ചരിത്രം നമ്മൾ എല്ലാവരും പറയാം. ദുരന്തോ എക്സ്പ്രസ് ഇവിടെ ഉണ്ടായിരുന്ന ചരിത്രം മാറ്റാനും ചരിത്രം ഒരു റീറൈറ്റ് ചെയ്യാൻ നടത്തിയ ഒരു ലെഫ്റ്റിന്റെയും ഒരു എന്താ പറയുക ഇസ്ലാമിക് ലോബിന്റെ ഒരു ഗൂഢാലോചന നമ്മൾ എല്ലാവർക്കും പറയാം. ഞാൻ മനസ്സിൽ വിചാരിച്ചോളൂ ഇപ്പൊ വണ്ടി അവിടെ ചെന്നിടിച്ചു നിൽക്കുന്നു. ഈ രാജ്യത്തിന്റെ ചരിത്രം മാറ്റാനോ ഇവിടെ ആരാണ് ഈ ഇന്ത്യ ചരിത്രത്തിൽ പങ്കെടുത്ത് കോൺട്രിബ്യൂട്ട് ചെയ്ത ആൾക്കാര് അത് ജനങ്ങൾക്ക് അറിയാം. വീർ സവർക്കർ ഇന്ത്യക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു എല്ലാവർക്കും അറിയാം. അത് മുസ്ലിം ലീഗിന് ഇഷ്ടമല്ലെങ്കിൽ അവർ ടിപ്പു സുൽത്താന്റെ പുസ്തകം വായിക്കാം. തലച്ചോറില്ലാതെയും ഒരു ജന്തുവിന് ഇത്രയും കാലം ജീവിക്കാമെന്നതിന് ഏക ഉദാഹരണമാണ് ഈ തിരുമണ്ടൻ. പക്ഷെ വീർ സവർക്കർ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവർ ഓരോരോ കുട്ടികൾക്ക് അറിയാം. അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ത്യാഗവും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും എനിക്കറിയില്ല. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം സവർക്കർ ഇന്ത്യക്ക് വേണ്ടി ചെയ്ത വലിയ കാര്യങ്ങളെ കുറിച്ച്? അറിയാവുന്നവരുണ്ട് ഒന്ന് കമന്റ് ചെയ്യുക. മാപ്പ് എഴുതി കൊടുത്ത കാര്യങ്ങളെ കുറിച്ച് കുറച്ചൊക്കെ എനിക്കറിയാം, അതല്ലാതെ വേറെ അല്ലെങ്കിൽ വേണ്ട. മാപ്പ് എഴുതി കുറിച്ചതിനെ കുറിച്ചും കമന്റ് ഇടുക. അറിയാമല്ലോ എത്ര പേർക്ക് മാപ്പിനെ കുറിച്ച് അറിയാമെന്ന്. പുള്ളി വേറൊരു കാര്യവും കൂടി പറയുന്നുണ്ട്, അതൊന്ന് കേട്ടേ. നിങ്ങൾ അതിന് മാറ്റാനോ നിങ്ങൾ അതിലൊരു പുതിയ നെറേറ്റീവ് കൊണ്ടുവരാൻ ശ്രമിക്കരുത് എന്ന് ഞാൻ ഇന്ന് കൃത്യമായി പറയുന്നു. ഇതൊക്കെ ഞങ്ങളോട് പറയുന്നത്. പിന്നെ മുസ്ലിം ലീഗ് ഈ നമ്മുടെ കേരള നാടിന്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ എന്തെങ്കിലും ഒരു കളി, ഒരു ഗൂഢാലോചന, അവരുടെ ഒരു നറേറ്റീവ് സെറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ബി.ജെ.പി. സൈലന്റ് ആയിട്ട് ഇരിക്കില്ല. പഴം പറിക്കും. അതിനെങ്ങനെയാണ് ഈ സെക്യുലറിസമിന്റെ പേരിൽ ഒരു റീനറേറ്റീവ് ഹിസ്റ്ററി മണ്ടത്തരം പറയല്ലേന്ന് പറയുന്നില്ല, അതല്ലേ പറയൂ. ഇവിടെ ഉണ്ടാക്കിയത് എല്ലാവർക്കും പറയാം. ഇപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. അത് ഇവിടെ തുടങ്ങരുത്. നീയാണല്ലോ കോടതി. അടിപൊളി. എന്താണെങ്കിലും രാജീവ് വിജയുടെ ഈ ഡയലോഗ് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഈ സീനാണ്. സത്യത്തിൽ താൻ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ? അയ്യോ സർ, ഞാൻ അഭിനയിക്കുന്നു അല്ല സർ, തീർച്ചയായിട്ടും അല്ല. ഞാൻ ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് സർ കാര്യങ്ങളെല്ലാം പറഞ്ഞത്.